ഹായ് ഓൾ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 2023 സർവീസിലുള്ള ആളുകൾക്കും വേണ്ടിയിട്ട് ഒരു കേട്ടറ്റ് എക്സാം നടത്തുകയുണ്ടായി. സോ അതിൻ്റെ PYQ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഇനി നമുക്ക് കേട്ടറ്റ് എഴുതാനുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എന്താണ് ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയും അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് കിട്ടിയിരിക്കുകയാണ്. സോ കുറച്ച് ടഫായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ലാത്ത ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, മനുവിൻ്റെ ഭൗതിക ശേഷി ശാരീരിക ചലനപരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആരുടെ ബുദ്ധി സിദ്ധാന്തമാണ് ഇവിടെ അടിസ്ഥാനമാക്കിയിരിക്കുന്നത്? സോ Manu's intelligence is described as bodily kinesthetic അല്ലെങ്കിൽ bodily kinesthetic, whose theory of intelligence is referred to here. സോ നമുക്കറിയാം ബുദ്ധി സിദ്ധാന്തങ്ങൾ എന്നുള്ള ഒരു ഭാഗം, ഒരു ടോപ്പിക് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട് അല്ലേ. സോ ആ ഭാഗത്തു നിന്നുള്ളതാണ് ഒരു 8 തിയറികളോളം നമുക്ക് പഠിക്കാനുണ്ട്. സോ നമ്മുടെ മനുവിൻ്റെ ബുദ്ധിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശാരീരിക ചലനപരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സോ ഇത് ഏത് ആളുടെ തിയറി പ്രകാരമാണ് എന്നാണ് ചോദിച്ചത്. സോ ഓപ്ഷൻസ് നോക്കാം. ഗോൾമാൻ്റെ വൈകാരിക ബുദ്ധി, ഓപ്ഷൻ ബി ഗാർഡ്നറുടെ ബഹുമുഖ ബുദ്ധി, സി സ്പിയർമാൻ്റെ ദ്വിഘടക സിദ്ധാന്തം അല്ലെങ്കിൽ 2 ഫാക്ടർ തിയറി, ഡി ഗിൽഫോർഡിൻ്റെ ഭൗതിക ഘടന. ഓക്കെ, സോ നമുക്കറിയാം പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ശാരീരിക ചലനപരമായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ്, ഒരു ബുദ്ധി ഒരൊറ്റ ആളെ മുന്നോട്ട് വെക്കുന്നുള്ളൂ. സ്വാഭാവികമായും നമ്മുടെ ഗാർഡ്നർ അല്ലേ, ഗാർഡ്നറുടെ ബഹുമുഖ ബുദ്ധിയിലാണ് അദ്ദേഹം 10 ഇൻ്റലിജൻസ് പറയുന്നുണ്ട്. സോ ചില സമയത്ത് നമുക്ക് എന്താണ് ഇൻ്റലിജൻസ് ഇതിവിടെ ഇപ്പോൾ പേര് തന്നിട്ടുണ്ട്, ശാരീരിക ചലനപരം എന്ന് തന്നിട്ടുണ്ട്. അല്ലാണ്ട് നമുക്ക് എങ്ങനെ ചോദിക്കാം, സ്പോർട്സിൽ മുന്നിട്ട് നിൽക്കുന്ന മനു, അല്ലെങ്കിൽ ചിത്രം നന്നായിട്ട് വരയ്ക്കുന്ന മനു, അല്ലെങ്കിൽ പാട്ട് പാടുന്ന ഗീത, ഇങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ പാട്ട് പാടുന്ന ഗീതയാകുമ്പോൾ അത് സംഗീതാത്മക ബുദ്ധിയായിരിക്കും അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആയിരിക്കും. സോ ആ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാതെ പോവരുത്. ഓക്കെ, സോ നമുക്ക് പ്രധാനമായിട്ടും തിയറികളെല്ലാം ഉണ്ടായാൽ 2 ഫാക്ടർ തിയറിയും എസും G ഫാക്ടർ തിയറിയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും അവിടെ എക്കാലത്തും നമ്മുടെ കേട്ടറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ഗാർഡ്നർ, ഹവാർഡ് ഗാർഡ്നറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. സോ അത് ഒരു കാരണവശാലും വായിക്കാണ്ട് പോവരുത്. സോ അടുത്ത ചോദ്യം, സർഗപരതയിൽ ഉൾച്ചേർന്ന പ്രക്രിയയുടെ ശരിയായ ക്രമം ഏത്? നമുക്കറിയാം ക്രിയേറ്റിവിറ്റി അല്ലെ, കറക്റ്റ് സീക്വൻസ് ഓഫ് ക്രിയേറ്റിവിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രിയേറ്റിവിറ്റിക്ക് ഒരു 4 സ്റ്റെപ്സ് ഉണ്ട്. സോ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഏതാണ് എന്നാണ് ഓപ്ഷൻ എ സജ്ജീകരണം, പ്രകാശ പ്രസരണം, ഇൻക്യുബേഷൻ ആൻഡ് പുനഃപരിശോധന, ഓപ്ഷൻ ബി പ്രകാശ പ്രസരണം, ഇൻക്യുബേഷൻ, പുനഃപരിശോധന, സജ്ജീകരണം. നമുക്കൊരു കേട്ടറ്റിന് മലയാളവും ഇംഗ്ലീഷും തരുന്നതുകൊണ്ട് ഒരു ഉപകാരമുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, സോ ഇംഗ്ലീഷാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ പഠിച്ചു വെക്കാം, അല്ലെങ്കിൽ മലയാളമാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ പഠിച്ചു വെക്കാം. നമുക്ക് അപ്പുറവും ഇപ്പുറവും തരുന്നുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ PSC എക്സാമിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് കിട്ടത്തുള്ളൂ. സോ ഞാൻ സാധാരണ പറയാറ് മലയാളത്തിൽ തന്നെ പഠിച്ചു വെക്കാറാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു TTCയോ DLEDോ DEDോ ഒക്കെ കഴിഞ്ഞ ആളാണെങ്കിൽ മലയാളത്തിലായിരിക്കും നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിക്കുന്നത് അല്ലേ. സോ അതുകൊണ്ടാണ് നമ്മുടെ PSCയിലൊക്കെ അത്തരത്തിൽ ചോദിക്കുന്നത്. പക്ഷെ കേട്ടറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് പഠിച്ചു വെച്ചാലും എങ്ങനെയൊക്കെ തട്ടിമുട്ടി പാസ്സാവാം. കാരണം എന്താണ്, ഇംഗ്ലീഷ് നമുക്ക് താഴെ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മറുഭാഗത്ത് തന്നിട്ടുണ്ടാകും. ഓക്കെ, സോ അടുത്തത് സജ്ജീകരണം, ഇൻക്യുബേഷൻ, പ്രകാശ പ്രസരണം, പുനഃപരിശോധന. ഓപ്ഷൻ ഡി ഇൻക്യുബേഷൻ, സജ്ജീകരണം, പ്രകാശ പ്രസരണം ആൻഡ് പുനഃപരിശോധന. സോ നമുക്കറിയാം കറക്റ്റ് ഓർഡർ വരുന്നത് സജ്ജീകരണം, ഓപ്ഷൻ സി ആണ്. സജ്ജീകരണം, ഇൻക്യുബേഷൻ, പ്രകാശ പ്രസരണം, പുനഃപരിശോധന. സോ എന്താണ് ഈ സ്റ്റേജുകൾ എന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. ആദ്യം വരുന്ന സ്റ്റേജാണ് പ്രിപ്പറേഷൻ. സോ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതാണ്. ഇപ്പം ഞാൻ ഇങ്ങനൊരു ചിത്രം ബോർഡിൽ വരച്ചു ക്ലാസ്സിൽ പോയിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ചിത്രമാക്കി മാറ്റാൻ പറഞ്ഞു. സോ ചിലരെന്തായിരിക്കാം, എലിയെയോ പൂച്ചയെയോ എന്തിനേലൊക്കെ വരക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ചിത്രം മാറ്റിയെടുക്കാം. സോ അതാണ് ക്രിയേറ്റിവിറ്റി. ഓരോരുത്തരുടെയും ബുദ്ധി പോകുന്ന വഴികൾ ഓരോ രീതിക്കായിരിക്കും. സോ അതിൽ ആദ്യത്തേതാണ് പ്രിപ്പറേഷൻ. സോ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു എന്താണ്, അതിനു വേണ്ടിയിട്ട് ഒരുങ്ങാം.
അടുത്ത സ്റ്റേജാണ് ഇൻക്യുബേഷൻ. രണ്ടാമത്തെ വരുന്നതാണ് ഇൻക്യുബേഷൻ. നമുക്കറിയാം കോഴി അടയിരിക്കുന്നതിനൊക്കെ നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും. അതെന്താ? കാത്തിരിക്കുക അല്ലെ, കാത്തിരിപ്പ് കാലം. ഇൻക്യുബേഷൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാത്തിരിപ്പ് കാലം എന്നൊക്കെ ചില ബുക്കുകൾ നമുക്ക് കാണാം. സോ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടാം. ഓക്കെ, ഇതിപ്പോൾ ഈ ഒരു കേസിലല്ല, നമ്മളോട് വേറെ എന്തെങ്കിലും ഇപ്പോൾ സാധാരണ സ്കൂളിൽ ഒരു വർക്കിംഗ് മോഡൽ ഉണ്ടാക്കി കൊണ്ടുവരാനൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഏതു നേരം അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല, നമ്മൾ മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. സോ അതാണ് ഇൻക്യുബേഷൻ എന്നുള്ള ഒരു സ്റ്റേജ്. അടുത്ത് വരുന്നതാണ് ഇല്ലുമിനേഷൻ. ഇല്ലുമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബസ്സിലൂടെ ഇങ്ങനെ പോകുമ്പോഴായിരിക്കും ഈ നേരത്തെ വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞ സ്റ്റിൽ മോഡലോ വർക്കിംഗ് മോഡലിൻ്റെ ഒക്കെ എന്തെങ്കിലും ഒരു സാധ്യത നമ്മൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്താലോ എന്നൊരു ഉൾവിളി വരും അല്ലേ. നമ്മുടെ കൊഹ്ലർ കൊണ്ടുവന്നിട്ടുള്ള ഉൾക്കാഴ്ചയൊക്കെ പോലെ പെട്ടെന്നൊരു ഉൾവിളി വരിക, അതിൻ്റെ സൊല്യൂഷൻ കിട്ടിയതുപോലെ ഒരു ഉൾവിളി വരിക, അതാണ് ഇല്ലുമിനേഷൻ. ദെൻ ലാസ്റ്റ് വണ്ണാണ് വേരിഫിക്കേഷൻ. വേരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ സാധനം ശരിയാണോ തെറ്റാണോ, ശരിയായിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണോ, മറ്റുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവോ. ഇപ്പോൾ ക്ലയനോടൊരു പാവക്കുട്ടി ഉണ്ടാക്കിയാൽ വേറെ ആർക്കെങ്കിലും നോക്കുമ്പോൾ ഇത് ആനക്കുട്ടിയാണോ തോന്നുമോ, അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് വേരിഫൈ ചെയ്യാം. ഓക്കെ, സോ അത്തരത്തിൽ നമ്മളത് വേരിഫൈ ചെയ്യുന്നതാണ് ഈ നാലാമത്തെ വേരിഫിക്കേഷൻ എന്നുള്ള ആ ഒരു, അല്ലെങ്കിൽ പുനഃപരിശോധന. പേര് തന്നെയുണ്ട്, മലയാളം പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കിട്ടും, പുനഃപരിശോധന. സോ അതാണ് ഈ 4 ക്രിയേറ്റിവിറ്റിയുടെ 4 ഘട്ടങ്ങൾ. ഇതുപോലെ 4 ഘടകങ്ങളും പഠിക്കാനുണ്ട്, 5 ഘടകങ്ങൾ പഠിക്കാനുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്ന ഘടകങ്ങളിൽ ഏതാണ് തേഴ്സന്റെ സിദ്ധാന്ത പ്രകാരമുള്ള മാനസിക ശേഷികളിൽ ഉൾപ്പെടാത്തത്? സോ LL തേഴ്സനെ കുറിച്ചിട്ടുള്ള നമ്മുടെ വീണ്ടും ബുദ്ധി സിദ്ധാന്തങ്ങൾ എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് LL തേഴ്സന്റെ സിദ്ധാന്തത്തെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പണൻറ്റ് ഓഫ് തേഴ്സൺസ് തിയറി ഓഫ് പ്രൈമറി മെൻ്റൽ എബിലിറ്റി? സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. വാചിക ഗ്രഹണം അല്ലെങ്കിൽ വെർബൽ കോംപ്രിഹെൻഷൻ. ഓപ്ഷൻ ബി സംഖ്യാശേഷി അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി. ഓപ്ഷൻ സി പ്രശ്ന പരിഹരണം അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്. ഓപ്ഷൻ ഡി ദൃശ്യസ്ഥലപര ബുദ്ധി, വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്. സോ സ്വാഭാവികമായിട്ടും എല്ലാ തിയറിയും പഠിച്ചിട്ടുള്ള, വേണ്ട MI തിയറി മാത്രം പഠിച്ചിട്ടുള്ള ഒരാൾക്കറിയാം ദൃശ്യസ്ഥലപര ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുതാണ്? നമ്മുടെ ഗാർഡനറുടേതാണ്. MI തിയറി, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൽ വരുന്നതാണ് ദൃശ്യസ്ഥലപരം. സോ LL തേഴ്സൻ്റെതല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ വരുന്നതാണ് ഈ 3 അല്ലേ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മാനസിക ശേഷിയിൽ ഉൾപ്പെടാത്തതാ ചോദിച്ചത് അല്ലേ. സോ സ്വാഭാവികമായിട്ടും ആൻസർ ഏതാണ്? ദൃശ്യസ്ഥലപര ബുദ്ധിയാണ്. ഓക്കെ, ബാക്കി 3 എന്താണ്? തേഴ്സന്റെ സിദ്ധാന്തത്തിൽ വരുന്ന സംഭവങ്ങളാണ്. സോ അടുത്തത്, വികാസ തത്വങ്ങളുമായി യോജിച്ചു പോകാത്ത പ്രസ്താവന ഏത്? സോ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് നോട്ട് ഇൻ ട്യൂൺ വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ്. നമുക്കറിയാം വളർച്ചയും വികാസവും എന്നുള്ളൊരു ടോപ്പിക്ക് വരുന്നുണ്ട് അല്ലേ സൈക്കോളജിയിൽ. സോ അതിൽ നമ്മൾ കുറച്ച് വികാസ തത്വങ്ങൾ പഠിക്കുന്നുണ്ട്. സോ അതിൽ യോജിച്ചു പോകാത്ത തത്വം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, വികാസം ഒരു ക്രമം പാലിക്കുന്നു. സോ ഒരു ഓർഡർലി പാറ്റേൺ ഉണ്ട് നമ്മുടെ വികാസത്തിന്. ഓപ്ഷൻ ബി, വികാസത്തിൽ വ്യക്തി വ്യത്യാസം നിലനിൽക്കുന്നു, ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓരോ ആളുകളിലും വികാസം ഓരോ രീതിക്കാണ്. ഓപ്ഷൻ സി, വ്യത്യസ്ത വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരാളുടെ മാനസിക വികാസവും ശാരീരിക വികാസവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ദെൻ ഓപ്ഷൻ ഡി, പാരമ്പര്യത്തിൻ്റെയും പരിസ്ഥിതിയുടെയും ഒരു ഉൽപ്പന്നമാണ് വികാസം. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി, പാരമ്പര്യത്തിൻ്റെയും പരിസ്ഥിതിയുടെയും ഒരു ഉൽപ്പന്നമാണ് വികാസം. സോ നമുക്കറിയാം വികാസ തത്വങ്ങൾ ഒരു 10-11 ഉണ്ട്. സോ അതിൽ പാരമ്പര്യത്തിൻ്റെയും പരിസ്ഥിതിയുടെയും ഒരു ഉൽപ്പന്നമല്ല, നേരെ മറിച്ച് പാരമ്പര്യത്തെയും പരിസ്ഥിതിയെയും ആശ്രയിച്ചിരിക്കും. ഒരു പക്ഷേ വികാസം ഒരു ലിമിറ്റ് വരെ പാരമ്പര്യത്തെയും അതുപോലെ പരിസ്ഥിതിയെയും ആശ്രയിച്ചിരിക്കും, അല്ലാണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ഉൽപ്പന്നമല്ല വികാസം. സോ ഓട്ടോമാറ്റിക്കായിട്ട് ഇതാണ് തെറ്റുത്തരം വരുന്നത്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നോക്കി നോക്കാം. ഏതാണ്? വികാസം ഒരു ക്രമം പാലിക്കുന്നു അല്ലേ. നമ്മൾ ജനിച്ച് അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഭീമാകാരമായിട്ട് വലുതായാൽ എങ്ങനെ ഉണ്ടാകും? അതാണ് വികാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രമം പാലിക്കും. പുറത്തെത്തിയിട്ട് അല്ലെങ്കിൽ പ്രസവശേഷം ഒരു വികാസമാണ് നമുക്ക് നടക്കുന്ന വികാസമാണ് ഏറ്റവും വലുത്.
അല്ലെ. അപ്പൊ അതാണ് വികാസം ഒരു ക്രമം പാലിക്കുന്നു എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ എന്താ, വികാസത്തിൽ വ്യക്തി വ്യത്യാസം നിലനിൽക്കുന്നു. ഞാൻ എൻ്റെ മൈൻഡ്, എൻ്റെ കൈയും കാലും, അല്ലെങ്കിൽ എൻ്റെ ശാരീരിക വികാസം, എൻ്റെ മോറൽ ഡെവലപ്മെന്റ് നടക്കുന്ന പോലെയാണോ നിങ്ങളുടേത് നടക്കുന്നത്? അല്ല, ഓരോരുത്തരുടെയും വികാസം ഓരോരോ രീതിയിലാണ് നടക്കുക. അതുകൊണ്ടാണ് വ്യക്തി വ്യത്യാസം പാലിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ ഓപ്ഷൻ സി, വ്യത്യസ്ത വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ശാരീരിക വികാസം പോട്ടെ, മാനസിക വികാസം, നമ്മുടെ മൈൻഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൊഗ്നിറ്റീവ് ലെവലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനത്തിൻ്റെ, നമ്മുടെ നോളേജിൻ്റെ വികാസം നടക്കുന്നതിൻ്റെ കൂടെ തന്നെ അപ്പുറത്ത് ആരും നടക്കുന്നുണ്ടാവും, നമ്മളുടെ മോറലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നൈതിക വികാസവും നടക്കുന്നുണ്ടാവും. മോറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ എന്താണ് ശരി, എന്താണ് തെറ്റ്, ഇത്തരത്തിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. സോ അതാണ് വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ബാക്കി 3 ഓപ്ഷൻസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, ഭാഷ ജന്മസിദ്ധമാണ്. ഭാഷ ആർജിക്കാൻ ശേഷി കുട്ടിയിൽ ജന്മസിദ്ധമായുണ്ട്. ഇങ്ങനെ ഭാഷയെ സംബന്ധിച്ച് ഉള്ള കാഴ്ചപ്പാട് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ലാംഗ്വേജ് ഈസ് ആൻ innate in the child and the child has the inborn potential to acquire language. This view of language acquisition is related to. സോ നമുക്കറിയാം കുട്ടിയിൽ എന്താണ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ നോം ചോംസ്കി, ബി ജീൻ പിയാഷെ, സി B.F. സ്കിന്നർ, ഡി JP ഗിൽഫോർഡ്. ഓക്കെ, സോ ഇപ്പം അറിയാത്ത ഒരാളുണ്ടെങ്കിൽ ഗിൽഫോർഡ് അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഗിൽഫോർഡ് ആരാണ്? നമ്മുടെ ബുദ്ധി സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. സോ അത് തെറ്റാണ്. പിന്നെ പിയാഷെയും ഉണ്ട്, സ്കിന്നറും ഉണ്ട്. നമ്മൾ സ്കിന്നറെ പഠിക്കുന്നത് എവിടെയായിരുന്നു? നമ്മുടെ അനുബന്ധനം അല്ലെ, കണ്ടീഷനിങ് ഭാഗങ്ങളിലാണ് പഠിക്കുന്നത്. സോ സ്കിന്നറും അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ വരുന്നതാണ് ജീൻ പിയാഷെ. ജീൻ പിയാഷെ ആണോ നോം ചോംസ്കി ആണോ എന്നുള്ള കാര്യത്തിലാണ് ഡൗട്ട്. സോ നമുക്ക് ഭാഷയെ കുറിച്ചിട്ട് മെയിനായിട്ടുള്ള സംഭാവനകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് നോം ചോംസ്കി. സോ കറക്റ്റ് ആൻസർ വരുന്നത് നോം ചോംസ്കിയാണ് പറഞ്ഞിട്ടുള്ളത്. നോം ചോംസ്കി പറഞ്ഞത് എന്താ, ഇപ്പോൾ ഒരു കുട്ടി, നമുക്ക് അത്ഭുതമാണ് അല്ലെ, നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടാവും, ഈ കുട്ടികളെ ഇങ്ങനെ സംസാരിക്കുക, നമുക്ക് തന്നെ അത്ഭുതം, എങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്, ആരെ ഇവർക്ക് പഠിപ്പിച്ചെടുത്തെന്നൊക്കെ നമ്മൾ ചില സമയത്ത് ആലോചിക്കാറുണ്ട്. സോ അതാണ് നമ്മുടെ നോം ചോംസ്കി പറയുന്നത്. കുട്ടിയിൽ ജന്മസിദ്ധമായിട്ട് എന്തുണ്ട്, ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ, ലാംഗ്വേജ് സ്വാംശീകരിക്കാനുള്ള കഴിവുണ്ട്. സോ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതാണ് ലാഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഓക്കെ, ലാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അതായത് അങ്ങനെ ഒരു ഡിവൈസ് നമ്മുടെ തലയിലുണ്ട്, ഒരു ഉപകരണം നമ്മുടെ തലയിലുണ്ട് എന്നാണ് നോം ചോംസ്കി പറയുന്നത്. സോ ഈ ലാഡ് കൊണ്ടുവന്നിട്ടുള്ള ആളും നോം ചോംസ്കിയാണ് കേട്ടോ. സോ അത്തരത്തിൽ കുട്ടികൾക്ക് എന്താണ്, ഭാഷ ജന്മസിദ്ധമായിട്ട്, നമ്മൾ സാധാരണ പറയും ഗർഭകാലത്ത് തന്നെ അമ്മമാരുടെയും ചുറ്റുവട്ടത്തുള്ള സൗണ്ട്സൊക്കെ കുട്ടി കേൾക്കുന്നുണ്ട് എന്ന് പറയും. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് നോം ചോംസ്കി പറയുന്നത്. കുട്ടിയിൽ അക്കാലം മുതൽ തന്നെ എന്ത് ചെയ്യും, ഈ ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ നോം ചോംസ്കി പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാഡ് മറന്നു പോകരുത്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഓക്കെ, സോ നോം ചോംസ്കിയാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഫ്രൂയിഡിന്റെ അഭിപ്രായത്തിൽ ആഹ്ലാദ തത്വത്തിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സുഖതത്വത്തിൽ കേട്ടോ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വ ഘടകം. സോ സിഗ്മണ്ട് ഫ്രൂയിഡിനെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, മൂപ്പരെ പറയുമ്പോൾ തന്നെ ബാക്കിൽ വരുന്ന ആളാണ് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ അല്ലെ. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതാണ് സൈക്കോ അനാലിസിസ് തിയറി. ഓക്കെ, നമുക്ക് മലയാളത്തിൽ എഴുതാം, മനോവിശ്ലേഷണ സിദ്ധാന്തം. ഓക്കെ, മനോവിശ്ലേഷണ സിദ്ധാന്തം ഫ്രൂയിഡ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. സോ ഇതിൽ സുഖതത്വങ്ങളിൽ അല്ലെങ്കിൽ ആഹ്ലാദ തത്വങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇഡ് ഉണ്ട്, ഈഗോ ഉണ്ട്, ഈഗോ ഐഡിൻ ഉണ്ട്, സൂപ്പർ ഈഗോ ഉണ്ട്. ഇത്തരത്തിലുള്ളൊരു സാധനം നമുക്ക് പഠിക്കാനില്ല, ഫ്രൂയിഡ് കൊണ്ടുവന്നിട്ടില്ല. സോ അതല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ കറക്റ്റ് ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്, ഇഡാണ്. സോ ഇഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖതത്വങ്ങളിൽ അധിഷ്ഠിതമാണ്. നേരെ മറിച്ചിട്ട് മോറലായിട്ട് അല്ലെങ്കിൽ നൈതികമായിട്ട് നമ്മളോട് അത് ചെയ്യരുത് അങ്ങനെ പറയുന്ന ആളാണ് നമ്മുടെ സൂപ്പർ ഈഗോ. ഓക്കെ, ഇത് സുഖതത്വങ്ങളിൽ അധിഷ്ഠിതമാണ് അല്ലെങ്കിൽ ആഹ്ലാദത്തിൽ അധിഷ്ഠിതമാണ്. അന്നേരം സൂപ്പർ ഈഗോ എന്താണ്, മോറൽ അതായത് നൈതികമായിട്ടുള്ള കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ്.
ഓക്കെ, സൂപ്പർ ഈഗോ നൈതികമായിട്ടുള്ള കാര്യത്തിൽ അധിഷ്ഠിതമാണ്. അപ്പൊ ഇവര് രണ്ടുപേരും തമ്മിലൊരു സന്ദർഭം വരുമ്പോൾ എന്ത് ചെയ്യും? ഫൈറ്റ് ഉണ്ടാകും. ഈ ഇഡ് പറയും, ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്താണ് ഇപ്പൊ നമ്മുടെ സാധാരണ പറയുന്നത് തന്നെയാണ്. നമ്മുടെ എന്താണ് ഗൂഗിൾ പേയിൽ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നല്ല ക്യാഷ് ഉണ്ട്, കുറച്ച് ക്യാഷ് ഉണ്ട്, ഒരു 1500 രൂപ ഉണ്ട്. സോ അന്നേരം നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകും അല്ലേ, ഒരു ഷോപ്പ് ചെയ്യാനും ഭക്ഷണം വാങ്ങി കഴിക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അതാണ് ഇഡ്. ഇഡ് എന്നുണ്ടെങ്കിൽ സുഖതത്വങ്ങളിലാണ്, നമ്മളുടെ സുഖം മാത്രം വിചാരിക്കുന്ന ഒരാളാണ് ഇഡ്. സോ ഇഡ് പറയും, അത് ചിലവാക്കിക്കോ, സാരല്ല, ഇനിയും വരും, എവിടുന്നേലൊക്കെ പൈസ കിട്ടും, ചിലവാക്കിക്കോ പറയും. അന്നേരം നമ്മുടെ നൈതിക കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന നമ്മുടെ മൈൻഡിലുള്ള ഫാക്ടേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ. ആളാണ് സൂപ്പർ ഈഗോ. അപ്പോൾ സൂപ്പർ ഈഗോ പറയും, വേണ്ട, അത് എടുത്തു വെച്ചേക്ക് എന്ന് പറയും. അപ്പം ഇഡ് പറയാണ് അത് ചിലവായിക്കോ, സൂപ്പർ ഈഗോ പറയാണ് അത് എടുത്തു വെച്ചേക്ക്. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമല്ലേ, രണ്ടുപേരും തമ്മിൽ ഒരു തർക്കം ഉണ്ടാവാണ്. സോ അവിടെ നമ്മളുടെ കാര്യസ്ഥനായിട്ട് അല്ലെങ്കിൽ എന്താണ് മധ്യസ്ഥത വഹിക്കാനും വേണ്ടിയിട്ട് വരുന്ന ആളാണ് ഈഗോ. ഓക്കെ, സോ ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാലകൻ എന്നൊക്കെ പറയും. അതായത് ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുക, ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അന്നേരം നല്ല ആശയപരമായിട്ട് അല്ലെങ്കിൽ യുക്തിപരമായിട്ടൊരു തീരുമാനം എടുക്കുന്ന ആളാണ് ഈഗോ. സാധാരണ നമ്മൾ ഈഗോ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവായിട്ടാണല്ലേ വിചാരിക്കുക. ഇവിടെ ഈഗോ നല്ല ആളാണ് കേട്ടോ. സോ ഈഗോ പറയാണ് അത് വേണ്ട, എടുത്ത് വെച്ചേക്ക്, അമ്മൻ്റെ അച്ഛൻ്റെ ആനിവേഴ്സറി വരുന്നുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് അവർക്ക് വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഈഗോ എന്താണ് ആ കാര്യത്തിൽ ഇടപെട്ടിട്ട് നല്ലൊരു തീരുമാനം എടുക്കുകയാണ്. സോ അതാണ് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. സോ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സൈക്കോ അനാലിസിസ് തിയറിയിലാണ്, അല്ലെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിലാണ്. സോ ഇനി ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ മാറിപ്പോകരുത്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് നിൽക്കും. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം അല്ലെങ്കിൽ പ്രതിരൂപാത്മക ഘട്ടം എന്നും പറയാം കേട്ടോ. എന്നിവ ആശയ രൂപീകരണത്തിന് 3 ഘട്ടങ്ങളാണ്. ഈ ആശയം കൊണ്ടുവന്നിട്ടുള്ളത് ആരാണെന്നാണ് നമ്മുടെ കേട്ടറ്റിൻ്റെ എന്താണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവരുടെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലാത്തതായിട്ട് 1 or 2 ക്വസ്റ്റ്യൻ പേപ്പറേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഒന്നെങ്കിൽ എന്ത് ചെയ്യും, ബ്രൂണറുടെ ഘട്ടം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ ഘട്ടം തന്നിട്ട് ആര് കൊണ്ടുവന്നിട്ടുള്ളതാണെന്ന് ചോദിച്ചിട്ടുണ്ടാകും. സോ ഇത്തരത്തിൽ എന്താണ് ഈ 3 ഘട്ടം, പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, ഈ 3 കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ JS ബ്രൂണറാണ്. ഓക്കെ, ഒരു കാരണവശാലും വിട്ടുപോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ജ്ഞാനനിർമ്മിതിവാദത്തിൽ വന്നിട്ടുള്ള ഒരാളാണ് ജീൻ പിയാഷെയും ബ്രൂണറും ഏകദേശം സമാനമായിട്ടുള്ള തിയറികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന്. സോ ഇവർ രണ്ടുപേരും ഫേവറേറ്റ് ടോപ്പിക്കാണ് നമ്മുടെ കേട്ടറ്റിൻ്റെ. സോ ഒരു കാരണവശാലും പഠിക്കാണ്ട് പോകരുത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും ദ്രുതഗതിയിലുള്ള ശാരീരിക വളർച്ച നടക്കുന്ന വികസന ഘട്ടം ഏതാണ്? സോ the period of fastest physical growth takes place during the developmental period. ഏത് ഘട്ടത്തിലാണെന്നാണ്? ഓപ്ഷൻ എ ബാല്യം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ്, ഓപ്ഷൻ ബി ശൈശവം അല്ലെങ്കിൽ ഇൻഫൻസി, ഓപ്ഷൻ സി കൗമാരം അല്ലെങ്കിൽ അഡോളസൻസ്, ഓപ്ഷൻ ഡി പ്രായപൂർത്തി ഘട്ടം അല്ലെങ്കിൽ അഡൾട്ട്ഹുഡ്. സോ സ്വാഭാവികമായിട്ടും നടക്കുന്നത് ശൈശവത്തിലാണ്, ഇൻഫൻസിലാണ് അല്ലേ. നമ്മുടെ ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ ആ ഒരു ഏജ് നമുക്കറിയാം. നമ്മൾ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണാത്തൊരു കുട്ടി കാണുമ്പോൾ ഇവ നീണ്ടുപോയോ എന്ന് ചോദിക്കൂലേ, അതുപോലെ പെട്ടെന്ന് നമ്മുടെ ഫിസിക്കൽ ഗ്രോത്തുകൾ നടക്കുന്ന ഒരു സ്റ്റേജാണ് നമ്മുടെ ശൈശവം എന്നുള്ള ആ ഒരു സ്റ്റേജ്. അടുത്തത്, താഴെ പറയുന്ന ഘടകങ്ങളിൽ ഒരു കുട്ടിയുടെ ഭൗതിക വികാസത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും നിർണായകമായ ഘടകം ഏതാണെന്നാണ്. ഭൗതിക വികാസാട്ടോ, ബുദ്ധിയുടെ വികാസമാണ് ചോദിച്ചിട്ടുള്ളത്. സോ എ ഗൃഹാന്തരീക്ഷം, ബി ജനന സമയത്തെ ഭാരം, ഓപ്ഷൻ സി പാരമ്പര്യം, ഓപ്ഷൻ ഡി ജെൻഡർ. ഓക്കെ, സ്വാഭാവികമായിട്ടും ജനന സമയത്തെ ഭാരമായിട്ട് വല്ല ബന്ധമുണ്ടോ നമ്മുടെ ബുദ്ധി വികാസത്തിന്? ഇല്ല. അതുപോലെ ജെൻഡർ, ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്ന് വിചാരിച്ചിട്ട് ബുദ്ധി വികാസത്തിന് വല്ല മാറ്റം ഉണ്ടാവോ? ഇല്ല. അപ്പോൾ ഇത് രണ്ടും അല്ല എന്നറിയാം. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നതാണ് ഗൃഹാന്തരീക്ഷവും പാരമ്പര്യവും. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. താഴെ പറയുന്ന ഘടകങ്ങളിൽ ഒരു കുട്ടിയുടെ ഭൗതിക വികാസത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും നിർണായകമായ ഘടകമാണ് ക്വസ്റ്റ്യനിൽ തന്നത് അല്ലേ. സോ ഏറ്റവും നിർണായകമായ ഘടകം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പാരമ്പര്യമായിരിക്കും.
ഓക്കെ, അതായത് അച്ഛൻ അമ്മമാർ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് അവരുടെയൊക്കെ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ജീനുകൾ. നമുക്കറിയാം ജീനിൽ എന്തായാലും എന്താണ് വല്യുപ്പന്മാർ ചിലപ്പോൾ എങ്ങനെ പറയുക അച്ഛൻ്റെ ജീനിൻ്റെ അംശം വരെ നമ്മളുടേതിൽ ഉണ്ടാകാം എന്നാണ് പഠനം തെളിയിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് പാരമ്പര്യമാണ്. നേരെ മറിച്ച് പാരമ്പര്യം ഇല്ല എന്നാണെന്നെങ്കിൽ ഗൃഹാന്തരീക്ഷം നമുക്ക് എഴുതാമായിരുന്നു. ഓക്കെ, സോ ബേസിക്കായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ പാരമ്പര്യം തന്നെയായിരിക്കും. ഓക്കെ, സോ അടുത്തത് കുട്ടികളുടെ ഗുണത വിലയിരുത്തൽ ഉപയോഗിക്കാവുന്ന സ്കോറിംഗ് സഹായി ഏതാണ്? ഓക്കെ, സോ എന്താണ് ക്വാളിറ്റി നോക്കാനും വേണ്ടിയിട്ടാണ്. സോ ഓപ്ഷൻ എ ചെക്ക് ലിസ്റ്റ്, ഓപ്ഷൻ ബി റേറ്റിംഗ് സ്കെയില്, ഓപ്ഷൻ സി ഇൻവെൻട്രി, ഓപ്ഷൻ ഡി റുബ്രിക്സ്. ഇത് PYQ ആണ്, ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് കുട്ടിയുടെ ക്വാളിറ്റി അളക്കാനാണ്. ഓക്കെ, ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി നോക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ റുബ്രിക്സ് എന്നുള്ള മെത്തേഡ്. ഓക്കെ, കുട്ടികൾക്ക് എന്താണ് ഓരോ കളികളിൽ ഏർപ്പെട്ടിട്ടും പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടും ഒക്കെ നടത്തുന്നതാണ് റുബ്രിക്സ്. നമ്മുടെ പൊതുവെ LP ക്ലാസ്സുകളിലൊക്കെ മെയിനായിട്ട് അല്ലെങ്കിൽ പ്രൈമറി തലത്തിലൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ റുബ്രിക്സ്. അടുത്തത് പഠിതാവിന് വിശ്വസനീയമായ നേരിട്ടുള്ള പഠനാനുഭവം നൽകുന്ന പഠന പ്രവർത്തനം ഏത്? സോ കുറച്ച് പഠന പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന്, ഒരു വർക്കിംഗ് മോഡൽ നിരീക്ഷിക്കുന്നത്. ഓപ്ഷൻ ബി ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു സ്ലൈഡ് പ്രസൻറ്റേഷൻ. ഓക്കെ, ഓപ്ഷൻ സി ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം സന്ദർശിക്കൽ. ഓപ്ഷൻ ഡി ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്തെക്കുറിച്ചുള്ള വായന. ഓക്കെ, നമ്മൾ ഒറ്റ വായനയിലാണെങ്കിൽ നമുക്ക് 4ഉം ശരിയാണെന്ന് തോന്നും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. എന്താണ് പഠിതാവിന് വിശ്വസനീയമായ നേരിട്ടുള്ള പഠനാനുഭവം. ഓക്കെ, ഇനി ഒന്നുകൂടി നോക്കാം. വർക്കിംഗ് മോഡൽ നിരീക്ഷിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്തെക്കുറിച്ച് ഒരു സ്ലൈഡ് പ്രസൻറ്റേഷൻ, ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം സന്ദർശിക്കൽ. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് സന്ദർശനം എന്ന് പറയുമ്പോൾ കുട്ടി നേരിട്ട് അവിടെ പോവല്ലേ. ഇപ്പോൾ ഒരു മ്യൂസിയം അല്ലെങ്കിൽ ഒരു ടിപ്പു സുൽത്താൻ്റെ കോട്ട, ആ കോട്ട കുട്ടി നേരിട്ട് പോയിട്ട് കാണുകയാണ്. സോ കുട്ടിക്ക് നേരിട്ടുള്ള അനുഭവം കിട്ടുകയാണ്. സ്വാഭാവികമായിട്ട് ആൻസർ വരുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഞാൻ മറ്റതെന്താ വരാത്തതെന്ന് പറയാം കേട്ടോ. സോ കുട്ടി നേരിട്ട് ചെയ്യാണ്. മറ്റുള്ളതിൽ എന്താ, ഇപ്പോൾ വർക്കിംഗ് മോഡലാണെങ്കിൽ എന്താണ് വർക്കിംഗ് മോഡലാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡലാണ്. പക്ഷേ കുട്ടി ഒരാൾ ഉണ്ടാക്കിയിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് അതിൽ സംശയങ്ങൾ വരാം, ഇത് ഉണ്ടാക്കിയതിൽ വല്ല തെറ്റുകളും വരാം. സോ അതല്ല. രണ്ടാമത്തെ എന്താണ്, ഒരു സ്ലൈഡ് പ്രസൻറ്റേഷൻ മറ്റൊരാൾ ഉണ്ടാക്കിയതാണ് എന്നിട്ട് ഈ കുട്ടി കാണാണ്. സോ അതുമല്ല, നേരിട്ട് പോയിട്ടുള്ള പഠനാനുഭവം ലഭിക്കൽ എന്താണ് ആ സ്ഥലം പോയിട്ട് സന്ദർശിക്കുമ്പോൾ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പഠിതാക്കൾ മുമ്പ് പരിശീലിച്ച രീതിയിൽ തന്നെ വീണ്ടും പ്രശ്ന പരിഹരണം എന്നാണ് കേട്ടോ. പ്രശ്ന പരിഹരണത്തിന് ശ്രമിക്കുമ്പോൾ അവർ എത്തിച്ചേരുന്ന മാനസികാവസ്ഥ എന്താണെന്നാണ്. അതായത് മുന്നേ ചെയ്തത് തന്നെ വീണ്ടും ചെയ്യാം. സോ when pupils persist in trying to solve a problem the same way they have always gone about solving problems they have developed. അതായത് നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ആൾജിബ്ര വെച്ചിട്ട് നമ്മൾ എന്താണ് എക്സ് കണ്ടെത്താറുണ്ട്. സോ ആ മെത്തേഡിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് കുട്ടിക്ക് കൊടുക്കുകയാണ്. സോ അത്തരത്തിൽ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു അപ്ലിക്കേഷണൽ ലെവൽ ക്വസ്റ്റ്യൻസ് കാണുമ്പം എന്തെങ്കിലും ഒരു ഉദാഹരണം വെച്ചിട്ട് കണക്ട് ചെയ്യാൻ കഴിയുമോ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസർ പെട്ടെന്ന് കണ്ടെത്താം. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫങ്ഷണൽ ഫിക്സഡ്നെസ്, പിന്നെന്താ കൺഫർമേഷൻ ബയാസ്, ട്രാൻസ്ഫോർമേഷൻ ബയാസ്, എ മെൻ്റൽ സെറ്റ്. ഓക്കെ, സ്വാഭാവികമായിട്ട് നമ്മളറിയില്ല ഒരു മൈൻഡ് സെറ്റിലെത്തി എന്ന് പറയൂലേ. നമ്മൾ കുറേ തവണ ഒരു കാര്യം ചെയ്യുമ്പം നമ്മുടെ മൈൻഡിൽ അത് ഉറച്ചു പോകുക, അതാണ് മൈൻഡ് സെറ്റ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്, മെൻ്റൽ സെറ്റാണ് അല്ലെങ്കിൽ മൈൻഡ് സെറ്റാണ് കേട്ടോ. അടുത്തത്, മീനു എന്ന 11 വയസ്സുകാരി സ്കൂൾ വരാന്തയിൽ നിന്നും കളഞ്ഞു കിട്ടിയ പേഴ്സാണ് തൻ്റെ ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കുന്നു. മീനുവിൻ്റെ ഈ പെരുമാറ്റം അവളുടെ ധാർമ്മിക വികാസത്തിൻ്റെ ഏത് ഘട്ടത്തെ സൂചിപ്പിക്കുന്നു? സോ നമുക്കറിയാം ധാർമ്മിക വികാസത്തെ കുറിച്ചിട്ട് നമ്മളുടെ കോൾബർഗ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സിദ്ധാന്തമുണ്ട്. സോ അതിൽ ഈ കുട്ടി മീനു എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി ഏത് ഘട്ടത്തിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസ് നോക്കാം. ദണ്ഡനാനുസരണ ഘട്ടം അല്ലെങ്കിൽ പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ. ഓപ്ഷൻ ബി പ്രായോഗികമായ ആപേക്ഷികത്വം അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ റിലേറ്റിവിസ്റ്റ് ഓറിയന്റേഷൻ.
ഓപ്ഷൻ സി സാമൂഹിക സുസ്ഥിതി പാലനം അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ. ഓപ്ഷൻ ഡി അന്തർവൈയക്തിക സമന്വയം, ഇന്റർപേഴ്സണൽ കൺകോർഡൻസ് ഓറിയന്റേഷൻ. സോ നമുക്ക് ഈ 4 സ്റ്റേജുകളെ കുറിച്ചിട്ടും ധാരണ വേണം, എങ്കിലേ ആ സന്ദർഭം വെച്ചിട്ട് എഴുതാൻ കഴിയുള്ളൂ. സോ സന്ദർഭം ഒന്നുകൂടി നോക്കാം. എന്താണ്? 11 വയസ്സുകാരിയാണ്. ആദ്യം നമ്മൾ ഏജ് നോട്ട് ചെയ്യാം. ഓക്കെ, കാരണം നമ്മുടെ കോൾബർഗ് ഓരോ ഘട്ടത്തിലുള്ള ഏജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് സാധാരണ ഏജ് നോക്കാണ്ട് നമ്മൾ വിചാരിക്കുകയാണ് കുട്ടി കളഞ്ഞു കിട്ടിയിട്ടുള്ള ഒരു സാധനം ടീച്ചറെ ഏൽപ്പിച്ചു. സോ അത് എന്താണ്, സമൂഹത്തിലെ ഒരു നിയമങ്ങളെയൊക്കെ പാലിക്കുന്ന ഒരു രീതിയാണെന്ന് വിചാരിച്ചിട്ട് പലരും കൊണ്ടുപോയി തെറ്റിച്ച് എഴുതിയതാണ്. ഇത് പോയിട്ട് എഴുതി സാമൂഹിക സുസ്ഥിതി പാലനം എന്നുള്ള ഓപ്ഷൻ എഴുതി. പക്ഷെ അതെന്താണ്? തെറ്റാണ്. കാരണം നമ്മൾ ഏജും കൂടി അവിടെ നോക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? അന്തർവൈയക്തിക സമന്വയമാണ്. ഇനി നമുക്ക് ഓരോ സ്റ്റേജ് ഒന്ന് ജസ്റ്റ് നോക്കാം. സോ ആദ്യത്തെ ദണ്ഡനാനുസരണം അല്ലേ, അതായത് ശിക്ഷയെ ഭയന്ന് അനുസരിക്കുന്നു. അതായത് ഏറ്റവും കുഞ്ഞു മക്കളുടെ പ്രായത്തിലാണ്. എന്താണ്, അയൽവക്കത്തുള്ള വീട്ടിൻ്റെ കുട്ടിയുടെ ഒരു ടോയ് നമ്മുടെ കുട്ടി നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മൾ കുട്ടിയെ ശകാരിച്ചു. ഇനി അതെടുത്തു വരുത്, അത് അവൻ്റെതല്ലേ, അവിടെ കൊണ്ടുപോയി വെക്കണ്ടേന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ശകാരിച്ചു. അപ്പോൾ ഈ ശകാരിച്ച സമയം കുട്ടിക്ക് എന്തോ ഒരു ഇത് തോന്നാണ്. അതായത് ശകാരത്തെ ഭയന്നിട്ട് കുട്ടി പിറ്റിയെന്ന് എന്ത് ചെയ്യൂല, ആ ടോയ് എടുത്ത് ഇങ്ങോട്ടേക്ക് വരത്തില്ല. സോ അതാണ് ശിക്ഷയെ ഭയന്ന് അനുസരിക്കുന്നു, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ദണ്ഡാനുസരണ ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബി വരുന്നതാണ് പ്രായോഗികമായ ആപേക്ഷികത്വം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കൽ വാങ്ങൽ തന്ത്രം എന്ന് പറയും. അതായത് ഈ കുഞ്ഞു മോന് കുറച്ചൊക്കെ വലുതാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ നമ്മൾ കടയിലോട്ട് പറഞ്ഞേക്കും അല്ലേ. അപ്പോൾ അവൻ എന്തെങ്കിലും കളിച്ചിരിക്കുന്ന സമയത്തായിരിക്കും, ഈവനിങ് ടൈമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കടയിലോട്ട് പോകാനും വേണ്ടിയിട്ട് പറയാം, ബാക്കി 1 രൂപ ഉണ്ടെങ്കിൽ ഈ കോപ്പിക്കോ വാങ്ങിയോണ്ടി അല്ലെങ്കിൽ മിഠായി വാങ്ങിയോണ്ടി എന്ന് പറയും അല്ലേ. അതാണ് കൊടുക്കൽ വാങ്ങൽ. അപ്പോൾ ഈ കുട്ടി മിഠായി കിട്ടുമെന്ന് കണ്ടിട്ട് എന്ത് ചെയ്യാണ്? ആ കടയിൽ പോയിട്ട് സാധനം വാങ്ങി കൊണ്ടുവരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. സോ അതാണ് പ്രായോഗികമായ ആപേക്ഷികത്വം, ആ സ്റ്റേജ്. അതാണ് കൊടുക്കൽ വാങ്ങൽ തന്ത്രം കേട്ടോ. കൊടുക്കുക വാങ്ങുക എന്നുള്ള തന്ത്രം, ആ മാർക്കറ്റിംഗ് തന്ത്രം, അത് ആലോചിച്ചാൽ മതി. സോ അടുത്തതാണ് സാമൂഹിക സുസ്ഥിതി പാലനം. സാമൂഹിക സുസ്ഥിതി പാലനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി കുറച്ച് ഡെവലപ്ഡായി അല്ലെങ്കിൽ കുറച്ചൊരു പക്വതയൊക്കെ എത്തിയ ആ ഒരു പ്രായത്തിലാണ് ഈ സ്റ്റേജ് വരുന്നത്. ഓക്കെ, നിയമങ്ങളെ അനുസരിക്കുന്നത് തൻ്റെ കടമയെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നു. നേരെ വയസ്സ് തന്നിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ അവിടെ 11 വയസ്സിൽ നിന്ന് എടുത്തു തന്നത് എന്തിനാണ്? നമ്മളുടെ മനഃപൂർവ്വം തെറ്റിക്കാനും വേണ്ടിയിട്ടാണ്. സോ ഇനി അന്തർവൈയക്തിക സമന്വയം എന്താണെന്ന് നോക്കാം. അതായത് നമുക്കറിയാം 10, 11, 12, 13 ആ ഒരു ഏജിൽ കുട്ടിക്ക് പ്രശംസ കിട്ടാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. ഇപ്പോൾ സ്കൂളിൽ പോണ കുട്ടികളൊക്കെ ആണെങ്കിൽ ഡിക്റ്റേഷൻ കേട്ടെഴുത്ത് നടത്തിയാൽ 10ൽ 10 ഒക്കെ കിട്ടിയാൽ കുട്ടികൾ കൊണ്ടുവന്ന് കാണിച്ചു തരും അല്ലേ, ഒരു ഗുഡ് ഗേൾ കിട്ടാനും വേണ്ടിയിട്ടാണ്. സോ അതാണ് ഈ അന്തർവൈയക്തിക സമന്വയ ഘട്ടം. അതായത് നല്ല അഭിപ്രായം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സാൻമാർഗിക ശരി എന്ന നിലപാട് കുട്ടിക്ക് ലഭിച്ചു വരുന്ന ആ ഒരു ഘട്ടമാണ്. സോ അതാണ് ഈ 11 ഈ ഒരു ഏജിൽ വരുന്നത്. സോ ഇവിടെ മീനു ചെയ്തത് എന്താണ്? ആ സാധനം കിട്ടി ടീച്ചറുടെ അപ്രീസിയേഷൻ കിട്ടാനും വേണ്ടിയിട്ടാണ് മീനു അത്തരത്തിൽ ചെയ്തത്. അല്ലാണ്ട് അതാണ് ശരി എന്ന് അറിഞ്ഞുകൊണ്ടല്ല മീനു ചെയ്യുന്നത്. അതാണ് ശരി എന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നെങ്കിൽ സാമൂഹിക സുസ്ഥിതി പാലനത്തിലായിരുന്നു കുട്ടിയുടെ സ്റ്റേജ് വരിക. പക്ഷെ അവിടെ നമുക്ക് 11 വയസ്സ് തന്നതുകൊണ്ട് അന്തർവൈയക്തിക സമന്വയമാണ്. ഓക്കെ, അടുത്തത് താഴെ പറയുന്നവയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓക്കെ, സോ പ്രതിഭാശാലിയായ കുട്ടി, മാനസിക വൈകല്യമുള്ള കുട്ടി, ശാരീരിക വൈകല്യമുള്ള കുട്ടി, ഒറ്റപ്പെട്ട കുട്ടി. ഓക്കെ, സോ നമുക്ക് ഇതിൽ ആൻസർ തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ കേട്ടച്ച് തന്നെ ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ആൻസർ തിരഞ്ഞെടുക്കാൻ വയ്യ. കാരണം ഒരു ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പഠനത്തിൽ നന്നായിട്ട് മുന്നിട്ടിരിക്കുന്ന കുട്ടിയാണ്. സോ ആ കുട്ടിക്ക് പ്രത്യേക പരിഗണന വേണം. പിന്നെ മാനസിക വൈകല്യമുള്ള കുട്ടി, നമുക്കറിയാം മെൻ്റലി റിട്ടാർഡഡ് ആണെങ്കിൽ ആ കുട്ടിക്ക് സ്പെഷ്യൽ സ്കൂൾ വേണം, പ്രത്യേക പരിഗണന വേണം. ശാരീരിക വൈകല്യമുള്ള കുട്ടിയാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ കുട്ടിക്ക് വീൽ ചെയറിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിലൊക്കെ അവിടെയും പരിഗണന വേണം. ഒറ്റപ്പെട്ട കുട്ടി, ഐസൊലേറ്റഡ് കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണ്ടേ. സോ ഇതിൽ ആൻസർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കേട്ടിട്ട് ഒഴിവാക്കിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
അടുത്തത് PWD ആക്ട് 1995 പരിധിയിൽപ്പെടാത്ത കുട്ടികളുടെ കാറ്റഗറി തിരഞ്ഞെടുക്കുക. കറക്റ്റായിട്ട് അതിലൊരു 10-12ഓളം കാറ്റഗറി പറയുന്നുണ്ട്. സോ അതിൽ ഇല്ലാത്തതാണ് ചോദിച്ചത്. സോ പഠന വൈകല്യമുള്ളവർ, കുഷ്ഠരോഗ വിമുക്തർ, അന്ധതയുള്ളവർ, ബുദ്ധിമാന്ദ്യമുള്ളവർ. സോ കറക്റ്റ് ആൻസർ വരുന്നത് പഠന വൈകല്യമുള്ളവരാണ്. പഠന വൈകല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്തിട്ട് ഒഴിവാക്കാം. ഓക്കെ, അവരുടെ പ്രത്യേക പരിഗണനയും കാര്യങ്ങളൊന്നും നമ്മുടെ PWD ആക്റ്റിൽ പറയുന്നില്ല. PWD ഫുൾ ഫോം എന്താണ്? പേഴ്സൺ വിത്ത് ഡിസേബിൾഡ് അല്ലേ, അവർക്കും വേണ്ടിയിട്ടുള്ള പ്രത്യേക ആക്ട്, അതാണ് PWD. അടുത്ത ചോദ്യം, കുട്ടികളുടെ ബോധനത്തിനായി പ്രവർത്തനാധിഷ്ഠിത ബോധന രീതി നിർദ്ദേശിച്ചിരിക്കുന്നു, പ്രത്യേകിച്ച് പ്രൈമറി ഘട്ടത്തിൽ, കാരണം അവർ വൈജ്ഞാനിക വികാസത്തിന്റെ ഡാഷ് ഘട്ടത്തിലാണ്. സോ ഇവിടെ പറയുന്നത് എന്താണ്? പ്രവർത്തനാധിഷ്ഠിത ബോധന രീതി, പ്രവർത്തിച്ചുകൊണ്ട് പഠിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്, വൈജ്ഞാനിക വികാസത്തിന്റെ ഏത് ഘട്ടത്തിലാണ് പറയുന്നത് എന്നാണ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സോ ആക്ടിവിറ്റി ബേസ്ഡ് പെഡഗോജി ഈസ് സജസ്റ്റഡ് ഫോർ ടീച്ചിങ് ചിൽഡ്രൻ എസ്പെഷ്യലി അറ്റ് ദ പ്രൈമറി സ്റ്റേജ് അല്ലേ, നമ്മുടെ LP UP ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടുള്ള പഠനം വരിക. 8 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂളൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് തിയറി ബേസ് ചെയ്തിട്ട് പഠിക്കാനുള്ളതാണ് വരുന്നത്. So because they are at the dash stage of cognitive development. So options A സമൂർത്ത ചിന്തനഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, B പ്രാഗ് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, C അമൂർത്ത ചിന്തനഘട്ടം അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, D ഇന്ദ്രിയശാലക ഘട്ടം സെൻസറി മോട്ടോർ സ്റ്റേജ്. സോ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ സമൂർത്ത ചിന്തനഘട്ടമാണെന്ന് അറിയാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രൂണറും പിയാഷെയും ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞല്ലോ, അതിൽ വരുന്ന പിയാഷയുടെ ഘട്ടങ്ങളാണ് ഇത്. സോ രണ്ടുപേരെയും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് ഇത്തവണ നമുക്ക് കാണാൻ കഴിഞ്ഞത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗമാണ് കേട്ടോ ബ്രൂണറും പിയാഷയുടെയും വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ. സോ ഇതിൽ സമൂർത്ത ചിന്തനഘട്ടം അല്ലേ, കുട്ടി പ്രവർത്തിക്കാനൊരു കുട്ടിയെ വിടണമെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജിൽ എത്തണം അല്ലേ. കുട്ടിക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ചെടിയുടെ വേര് നിരീക്ഷിക്കാനൊക്കെ നമ്മൾ സയൻസിൽ കൊടുക്കും. അപ്പം അത്തരത്തിൽ കുട്ടിക്ക് മുറ്റത്ത് ഇറങ്ങി പോയിട്ട് ചെടി പറിച്ചിട്ട് അതിൻ്റെ വേര് നിരീക്ഷിക്കണമെങ്കിൽ കുട്ടിയുടെ ബുദ്ധി എത്രത്തോളം വികസിക്കണം, ആ ഏറ്റവും ഡെവലപ്പായിട്ടുള്ള സ്റ്റേജാണ് സമൂർത്ത ചിന്തനഘട്ടം കേട്ടോ. ഓക്കെ, അടുത്തത് പരിഹാര ബോധനം ഏറ്റവും അനുയോജ്യമായത് ഏത് കാറ്റഗറിക്കാണെന്നാണ്? റെമഡിയൽ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സോ ഓപ്ഷൻ എ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക്, ഓപ്ഷൻ ബി പ്രതിഭാധനരായ കുട്ടികൾക്ക്, ഓപ്ഷൻ സി സമൂഹ പിന്നോക്കാവസ്ഥ നേരിടുന്ന കുട്ടികൾക്ക്, ഓപ്ഷൻ ഡി ശാരീരിക പരിമിതികളുള്ള കുട്ടികൾക്ക്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആർക്കാണ്? സമൂഹത്തിൽ പിന്നോക്കാവസ്ഥ നേരിടുന്ന കുട്ടികൾക്കാണ് നമ്മൾ റെമഡിയൽ പെഡഗോജി അല്ലെങ്കിൽ റെമഡിയൽ ആക്ഷൻസ് ഒക്കെ കൊടുക്കാറ്. അടുത്തത് സർഗാത്മകതയുമായി ബന്ധപ്പെട്ട സമായോജന തന്ത്രം ഏതാണെന്നാണ്. സോ ഓപ്ഷൻ എ ഉദാത്തീകരണം, ഓപ്ഷൻ ബി ദമനം, ഓപ്ഷൻ സി പകൽ കിനാവ് കാണൽ, ഓപ്ഷൻ ഡി യുക്തീകരണം. കറക്റ്റ് ആൻസർ ഉദാത്തീകരണമാണ് വരുന്നത്. ക്രിയേറ്റിവിറ്റി ആയിട്ട് ഇത് ബന്ധപ്പെടാൻ കാരണം എന്താണ്? ഉദാത്തീകരണം, സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്തൊരു സാധനം നമ്മൾ വേറൊരു രീതിക്ക് പൂർത്തീകരിക്കുക. സോ നമ്മൾ സാധാരണ പറയുന്ന എക്സാമ്പിളാണ്, ഇപ്പോൾ മക്കളില്ലാത്ത ദമ്പതിമാരൊക്കെ ആണെങ്കിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചിട്ട് എന്ത് ചെയ്യുക, അതിലൊരു സന്തോഷം കണ്ടെത്തുക. സോ അതാണ് ക്രിയേറ്റീവായിട്ട് അല്ലേ, ക്രിയേറ്റീവായിട്ട് മറ്റൊരു തലത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ക്രിയേറ്റീവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾ എപ്പോഴും ഉദാത്തീകരണമായിരിക്കും കേട്ടോ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ PYQ ആണ്. സോ ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സമായോജന തന്ത്രമാണ് ഉദാത്തീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം നടത്തുന്നവയിൽ പ്രൈമറി സ്കൂൾ അധ്യാപകരെ നേരിടുന്ന പ്രയാസങ്ങൾ എന്ന വിഷയം പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠനരീതി ഏത്? ഓക്കെ, സോ അധ്യാപകരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പഠനരീതിയാണ് ചോദിച്ചത്. സോ ഓപ്ഷൻ എ ഏക വ്യക്തി പഠനം, ഓപ്ഷൻ ബി സർവേ, ഓപ്ഷൻ സി പരീക്ഷണം, ഓപ്ഷൻ ഡി അഭിമുഖം. സോ സ്വാഭാവികമായിട്ടും കറക്റ്റ് ആൻസർ വരെ ഏതാണ്? സർവേ ആണ് അല്ലേ. മറ്റതൊക്കെ എന്താ, ഏക വ്യക്തി പഠനം എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകനെ മാത്രം എടുത്ത് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെ പരീക്ഷണം നടത്തിയിട്ടാണോ ഒരു അധ്യാപകർക്ക് നേരിടുന്ന പ്രശ്നം എന്താ നോക്കേണ്ടത്? അല്ല. ഓപ്ഷൻ ബി അഭിമുഖം, ഒരു അധ്യാപകനെ വിളിച്ചിട്ട് അഭിമുഖം നടത്തിയിട്ടാണോ?
അല്ല, നേരെ മറിച്ച് സർവേ രീതിയാണ് അവിടെ നമ്മൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ നോക്കേണ്ടത്. സർവേ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എല്ലാ അധ്യാപകരെയും അവരുടെ അടുത്ത് പോയിട്ട് ചർച്ച നടത്തിയിട്ട് പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതാണ് സർവേ രീതി അല്ലേ. നമ്മൾ സാധാരണ സർവേയുടെ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക, അതൊക്കെ ചോദിക്കാറുണ്ട്. സർവേ പ്രൊജക്റ്റ് അതിൻ്റെയൊക്കെ സ്റ്റെപ്സ് ചോദിക്കാറുണ്ട്. ഒരു തവണ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊജക്റ്റിൻ്റെ സ്റ്റെപ്സ് കറക്റ്റ് ഓർഡർ ആക്കാൻ വരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ പഠന ഉപാധികൾ, രീതികൾ എന്നുള്ളൊക്കെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ അടുത്തത്, തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് എന്ന് കണ്ടെത്താനാണ്. ആദ്യത്തേത് ലോറൻസ് കോൾബർഗ് ധാർമ്മിക വികാസം അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സാൻമാർഗിക വികാസം എന്ന് പറയും കേട്ടോ. ജീൻ പിയാഷെ വൈജ്ഞാനിക വികാസം, BF സ്കിന്നർ പ്രവർത്തനാനുബന്ധനം, ഇവാൻ പാവ്ലോവിച്ച് ഉൾക്കാഴ്ച പഠനം. സോ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ആൻസർ എന്താണ്, ഇവാൻ പാവ്ലോ ഉൾക്കാഴ്ച പഠനമാണ്. റോങ് ആയിട്ട് ജോഡി തന്നത്. നമ്മുടെ ഉൾക്കാഴ്ച പഠനം കൊണ്ടുവന്നിട്ടുള്ള ആള് കൊഹ്ലറാണ്. ഓക്കെ, സോ അടുത്തത്, കുട്ടികളിലെ വൈകാരിക വികസനം സംബന്ധിച്ച അടിസ്ഥാന പഠനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുട്ടികളുടെ വൈകാരിക വികാസത്തെക്കുറിച്ച് പഠിച്ചത് അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജൊക്കെ ഫോം ചെയ്ത്, അതായത് ബ്രിഡ്ജ് സ്റ്റാർട്ടൊക്കെ ഉണ്ട്, അത് ആരാ ഫോം ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ സിഗ്മണ്ട് ഫ്രോയിഡ്, ജീൻ പിയാഷെ, കാതറിൻ ബ്രിഡ്ജസ്, BF സ്കിന്നർ. സോ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ അറിയാം കാതറിൻ ബ്രിഡ്ജസ് ആണ്. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു ചാർട്ടൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടിക്ക് ഇന്ന മാസം ലഭിക്കുന്ന വികാരങ്ങൾ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മാസവും കഴിയുമ്പോഴും കുട്ടിക്ക് കിട്ടി വരുന്ന വികാരങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടൊരു ചാർട്ടുണ്ട്. ആ ചാർട്ടൊക്കെ ഒന്ന് നോക്കി വെക്കാം. കാരണം 6ാം മാസത്തിൽ ഏതാണ് പുതിയ വികാരം കുട്ടിയിൽ ഉണ്ടാവുന്നത് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ അടുത്തത്, സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദവുമായി ബന്ധമില്ലാത്ത ആശയം ഏതാണ്? സോ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവുമായിട്ട് ബന്ധമില്ലാത്ത ആശയം ഏതാണ്? ഓപ്ഷൻ എ സഹകരണാത്മക പഠനം, ഓപ്ഷൻ ബി സഹവർത്തിത പഠനം, ഓപ്ഷൻ സി പ്രോഗ്രാംഡ് ലേണിംഗ്, ഓപ്ഷൻ ഡി റെസിപ്രോക്കൽ ടീച്ചിങ്. ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്നത് പ്രോഗ്രാംഡ് ലേണിംഗ് ആണ്. പ്രോഗ്രാംഡ് ലേണിംഗ് സമൂഹമായിട്ട് ബന്ധമല്ല. പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആശയമാണ്. ഒരു വലിയൊരു ടോപ്പിക്കിനെ കുഞ്ഞു ടോപ്പിക്കായിട്ട് പഠിക്കുക. ഓക്കെ, പ്രോഗ്രാം ചെയ്തുകൊണ്ട് അതിനെ ഘട്ടം ഘട്ടമായിട്ട് പഠിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഏത്, പ്രോഗ്രാംഡ് ലേണിംഗ്. നമ്മുടെ സ്കിന്നർ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു PYQ ആണ്. പ്രോഗ്രാംഡ് ലേണിംഗ് ആര് കൊണ്ടുവന്നിട്ടുള്ളതാണെന്ന് കേട്ടോ. സോ ബാക്കിയുള്ളതൊക്കെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസക്കാർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. സഹകരണാത്മക പഠനവും സഹവർത്തിത പഠനവും റെസിപ്രോക്കൽ ടീച്ചിങ്ങും. ഓക്കെ, അതുപോലെ റെസിപ്രോക്കൽ ടീച്ചിങ്ങിൻ്റെ സ്റ്റേജ് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു 4 സ്റ്റേജ് ഉണ്ട്. അതായത് നമ്മൾ ഏതെല്ലാം ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടാണ് റെസിപ്രോക്കൽ ടീച്ചിങ് നടത്തേണ്ടത് എന്നുള്ളത്. അത് ഒരു PYQ ആണ് കേട്ടോ. അതായത് ഈ ഭാഗമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അടുത്തത് വീണ്ടും ബുദ്ധിയാണ്. ഗിൽഫോർഡിന്റെ അഭിപ്രായത്തിൽ ഒരു ഭൗതിക പ്രവർത്തനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന 3 ഘടകങ്ങൾ. നമ്മുടെ ഗിൽഫോർഡ് ഒരു തിയറി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ LL തേഴ്സന്റെ തിയറി ചോദിച്ചു, ഹവാർഡ് ഗാർഡനറുടെ തിയറി ചോദിച്ചു, ഇപ്പോൾ ഇതാ നമ്മുടെ ഗിൽഫോർഡിന്റെ തിയറിയും ചോദിച്ചു. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ബുദ്ധി സിദ്ധാന്തങ്ങൾ കേട്ടോ. സോ ഏതാണെന്നാണ്, ഉള്ളടക്കം പ്രക്രിയ ഉൽപ്പന്നം, ഉള്ളടക്കം പ്രവർത്തനം ഉൽപ്പന്നം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഉൽപ്പന്നം, മുൻകരുതൽ പ്രക്രിയ ഉൽപ്പന്നം. ഇതിൽ ഏതാണ് കറക്റ്റ്? അദ്ദേഹത്തിന് 3 ഘട്ടങ്ങൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഉള്ളടക്കം പ്രവർത്തനം ഉൽപ്പന്നം, ഈ 3 കാര്യങ്ങളിലാണ് നമ്മുടെ ബുദ്ധി നിലനിൽക്കുന്നത് എന്നാണ് നമ്മുടെ ഗിൽഫോർഡ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, പെൺകുട്ടികൾ കൂടുതൽ വാചാലതയുള്ളവരാണ്. ഒരു ടീച്ചർ നടത്തിയ അഭിപ്രായ പ്രകടനമാണിത്. ഇവിടെ ടീച്ചർ നടത്തിയ അഭിപ്രായത്തെ വിശേഷിപ്പിക്കാവുന്നത്. സോ ഗേൾസ് ആർ മോർ ടോക്കറ്റീവ്. ദിസ് ഈസ് എ കമന്റ് മെയ്ഡ് ബൈ എ ടീച്ചർ. ഹിയർ ദ ടീച്ചേഴ്സ് കമന്റ് ഷോസ്. എന്താണ് കാണിക്കുന്നത് എന്നാണ്. സോ ഓപ്ഷൻ എ ജെൻഡർ സെൻസിറ്റിവിറ്റി, ഓപ്ഷൻ ഡി ജെൻഡർ സ്റ്റീരിയോടൈപ്പ്, ഓപ്ഷൻ സി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഓപ്ഷൻ ഡി ജെൻഡർ റോള്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ജെൻഡർ സ്റ്റീരിയോടൈപ്പാണ്. അതായത് നമ്മുടെ ജെൻഡർ തീരുമാനിക്കുന്നത് ചില കാര്യങ്ങൾ മുന്നിട്ട് നിന്നിട്ടായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നതാണ് 2020. സ്ത്രീകൾ പൊതുവെ വൈകാരികമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്, ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ജെൻഡറാണ് സ്ത്രീകൾ. ഇത് ഏതിലാണ് എന്നാണ്. അതും ജെൻഡർ സ്റ്റീരിയോടൈപ്പാണ്, ഒരു ജെൻഡറിനെ എടുത്തു കാണിക്കുന്ന കാര്യം.
ഓക്കെ, ഇപ്പൊ നേരെ മറിച്ച് പുരുഷന്മാരുതാണെങ്കിൽ നമ്മൾ പറയും അവർ ലോജിക്കലി ആണ് ചിന്തിക്കുക എന്ന് പറയും അല്ലെ, യുക്തിപരമായിട്ടാണ് ചിന്തിക്കുക എന്ന് പറയും. ഗേൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പൊതുവെ ഇമോഷണലി ആയിട്ടായിരിക്കും ചിന്തിക്കുക. ഓക്കെ, അതാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് എന്താണ്? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിവേചനം കാണിക്കുക. ഇന്ന ജോലി ഇന്ന ആൾ ചെയ്യേണ്ടതാണ്, ഇന്ന ജോലി ഇന്ന ആൾ, പാത്രം കഴുകേണ്ടത് സ്ത്രീകൾ മാത്രമാണ്, അടിച്ചു വാരേണ്ടത് സ്ത്രീകൾ മാത്രമാണ്, പുരുഷന്മാർ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ്. അത്തരത്തിൽ എന്താണ് ഡിസ്ക്രിമിനേഷൻ കാണിക്കുക, വിവേചനം കാണിക്കുന്നതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അടുത്തത് തന്നെയാണ് ജെൻഡർ റോള് അല്ലെ. ഇത് തമ്മിൽ ഏകദേശം എന്താണ് യോജിച്ച സംഭവം തന്നെയാണ്. ഒരു റോള് ഒരാളെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഐഡിയോളജി. സോ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷനായിട്ട് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്ലാസ് ടീച്ചർ ലീഡറെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആൺകുട്ടികൾ മാത്രം ലീഡറായി നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ഏതിലാണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. ഓക്കെ, ഒരു PYQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, എഴുതുക, നൃത്തം ചെയ്യുക, ഡ്രൈവ് ചെയ്യുക തുടങ്ങിയവയെല്ലാം ഏത് തരം പഠനത്തിന് ഉദാഹരണമാണ്? നമ്മുടെ പഠനം എന്നുള്ള ടോപ്പിക് എന്ന് വരുന്നതാണ്. ഓപ്ഷൻ എ യാന്ത്രിക പഠനം അല്ലെങ്കിൽ മെക്കാനിക്കൽ ലേണിംഗ്, ഓപ്ഷൻ ബി മനഃശാലക പഠനം അല്ലെങ്കിൽ സൈക്കോമോട്ടോർ ലേണിംഗ്, ഓപ്ഷൻ സി ദൃശ്യ പഠനം അല്ലെങ്കിൽ വിഷ്വൽ ലേണിംഗ്, ഓപ്ഷൻ ഡി വൈകാരിക പഠനം അല്ലെങ്കിൽ എഫക്റ്റീവ് ലേണിംഗ്. സോ സ്വാഭാവികമായിട്ട് ആൻസർ വരാം മനഃശാലക പഠനം അല്ലെങ്കിൽ സൈക്കോമോട്ടോർ ലേണിംഗ്. നമ്മുടെ മൈൻഡും വേണം, അതിൻ്റെ കൂടെ ചലനവും വേണം. ഓക്കെ, ഈ ഒന്നുകൂടി നോക്കാം ക്വസ്റ്റ്യന്. എന്താണ്? എഴുതണം, നൃത്തം ചെയ്യണം, ഡ്രൈവ് ചെയ്യണം. ഓക്കെ, അതാണ് എന്താണ് സൈക്കോമോട്ടറാണ്. നമ്മുടെ മൈൻഡും നമ്മുടെ മോട്ടോർ ആക്ടിവിറ്റികളും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടുള്ള എന്താണ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങളാണ് ഇതൊക്കെ വരുന്നത്. ഓക്കെ, അടുത്തത്, താഴെ പറയുന്നവയിൽ ആരെയാണ് അണ്ടർ അച്ചീവർ എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്? ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ആൻ അണ്ടർ അച്ചീവർ? സോ ഓപ്ഷൻ എ തൻ്റെ ഭൗതിക നിലവാരത്തിൽ താഴെ പഠന നേട്ടം കൈവരിക്കുന്നവർ, ഓപ്ഷൻ ബി തൻ്റെ ഭൗതിക നിലവാരത്തിന് മുകളിൽ പഠന നേട്ടം കൈവരിക്കുന്നവർ, ഓപ്ഷൻ സി സാധാരണ കുട്ടികളെപ്പോലെ പഠന നേട്ടം കൈവരിക്കുന്നവർ, ഓപ്ഷൻ ഡി തൻ്റെ ഭൗതിക നിലവാരത്തിന് യോജിച്ച രീതിയിൽ പഠന നേട്ടം കൈവരിക്കുന്നവർ. സോ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് വായിച്ചിട്ട് അപ്പം തന്നെ ബബിൾ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. നമ്മൾ 4 ഓപ്ഷനും വായിച്ചതിന് ശേഷം ബബിൾ ചെയ്യുക. ചിലപ്പം ആദ്യത്തേക്കാളും നല്ലോണം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കാണാം. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? നിലവാരത്തിന് താഴെ, തൻ്റെ ബുദ്ധി ലെവലിന് താഴെ പഠന നേട്ടം കൈവരിക്കുന്നവരാണ് അണ്ടർ അച്ചീവർ. ഓക്കെ, സോ അടുത്തത്, തുടർ മൂല്യനിർണ്ണയത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? സോ ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ. നമുക്കറിയാം കണ്ടിന്യൂസും കോംപ്രിഹെൻസീവ് ഇവാലുവേഷനും CCE ആണ് നമ്മളിപ്പം നടത്തുന്ന വിലയിരുത്തൽ. അപ്പം ഇതിൽ കണ്ടിന്യൂസിൻ്റെ എന്താണെന്നാണ് ചോദിച്ചത്. കുട്ടികളുടെ പഠന പുരോഗതി പ്രോത്സാഹിപ്പിക്കുക, ഓപ്ഷൻ ബി കുട്ടികളെ ലേബൽ ചെയ്യുക, ഓക്കെ മുദ്രണം ചെയ്യുക, ഓപ്ഷൻ സി അധ്യാപകരുടെ നൈപുണ്യം വിലയിരുത്തുക, ഓപ്ഷൻ ഡി കുട്ടികളുടെ പഠന പുരോഗതി രക്ഷിതാക്കളെ അറിയിക്കുക. സ്വാഭാവികമായിട്ട് ആൻസർ വരുന്നത് ഏതാ? കുട്ടികളുടെ പഠന പുരോഗതി പ്രോത്സാഹിപ്പിക്കുക അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നത്. സോ സ്വാഭാവികമായിട്ടും നേരെ മറിച്ച് അധ്യാപകനെ നൈപുണ്യം കാണിക്കാനാണോ? അല്ല. പാരൻസിനെ അറിയിക്കാനാണോ? അതൊന്നും അല്ല. കുട്ടികളുടെ പഠന പുരോഗതിയെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഗ്രേഡിംഗ് രീതി തന്നെ വന്നിട്ടുള്ളത്. സോ ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ കഴിഞ്ഞിട്ടുള്ള ഓഗസ്റ്റ് 2023 നടന്ന കേട്ടറ്റിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഡൗട്ട്സ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ആ ടോപ്പിക്കുകൾ ബുദ്ധി, അതുപോലെ നമ്മുടെ പഠന രീതികൾ, പഠനം എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ക്രിയേറ്റിവിറ്റി ഒരു ഫേവറേറ്റ് ഭാഗമാണ്. അത്തരത്തിലുള്ള ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യുക, എടുത്തുകൊണ്ട് തന്നെ നല്ല ഡീപ്പായിട്ട് പഠിക്കുക. ഓക്കെ, സോ ഓക്കെ, താങ്ക് യു ഓൾ.